ഒരുപാട് മസാലകളൊന്നുമില്ലാതെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കുന്ന ഒരു കറിയാണ് കേട്ടോ ഇന്ന്. അപ്പത്തിനും ഇടിയപ്പത്തിനും പുട്ടിനും അതുപോലെ തന്നെ ചോറിനും ഒക്കെ ഒരുപോലെ കൂട്ടാൻ പറ്റുന്ന ഒരു കറി. തീർത്തും വെറൈറ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഇതുപോലെ ഒരിക്കലെങ്കിലും ഉണ്ടാക്കിയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു 1/2 സ്പൂൺ കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വന്നാൽ ഒരു 10ഓളം കുഞ്ഞുള്ളിയും ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ഒരു 2 ഉണക്കമുളകും കൂടെ ഒന്ന് മൂപ്പിക്കണം. കൂടെ കുറച്ച് മുളക് ചതച്ചതും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അത് എരിവിനനുസരിച്ച് നിങ്ങൾ ചേർത്തോളൂ. ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ബീട്രൂട്ടാണ് കേട്ടോ. ചെറിയൊരു ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇനി ഈ ബീട്രൂട്ട് വേവുന്നത് വരെ വേണമെങ്കിൽ ഒരു 2 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചോളൂ. ഒരു 1/2 സ്പൂൺ ഉപ്പൂടെ ചേർക്കാവേ. ഒത്തിരി വേവൊന്നുമില്ല, ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് കാരണം നമുക്ക് 2-3 മിനിറ്റിനുള്ളിൽ തന്നെ ബീട്രൂട്ട് വെന്ത് കിട്ടും. ബീട്രൂട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വെള്ളപ്പയർ വേവിച്ച് വെച്ചിരിക്കുന്നത് ചേർക്കാം കേട്ടോ. ഈ വെള്ളപ്പയർ എന്ന് പറയുന്നത് നമ്മുടെ വൻപയർ എന്നൊക്കെ പറയുന്ന പയറാണ് കേട്ടോ. എനിക്കിവിടെ കിട്ടുന്നത് ഈ ഒരു കളറിലാണേ. ഇതിനെല്ലാം കൂടെ അങ്ങ് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട്. അത് വേറെ ഒന്നുമല്ല, തേങ്ങാപ്പാലാണ്. ഒരു തേങ്ങയുടെ പകുതി ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് പാലെടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഇതുകൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിച്ചെടുത്തോളൂ. പ്രത്യേകിച്ച് ഒരു മസാലകളും ചേർക്കാതെ നമ്മൾ തയ്യാറാക്കുന്ന ഒരു സിമ്പിൾ കറിയാണ്, പക്ഷെ അടിപൊളിയാണ് കേട്ടോ. ഒരിക്കലെങ്കിലും ചോറിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ അതൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്ക്. അപ്പോൾ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുതേ.